എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്നേഹത്തിൻ്റെ കുറിച്ചിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ഇടവന്ന്, അതുകൊണ്ട് എനിക്ക് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്നേഹത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ എന്നുള്ളത് തോന്നി. അതെന്താണ് ഈ ഹാർട്ട് ടച്ച് ആയിട്ട് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡെയിലി എന്ന് പറയണ പോലെ വീഡിയോസുകളെല്ലാം വിടാറുണ്ട്. അങ്ങനെ ഞാൻ കൂടുതലും വീഡിയോസുകൾ വിടാറുള്ളത് മോട്ടിവേഷനായിട്ടുള്ള വീഡിയോകളാണ്. ഞാൻ കൂടുതൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ കയ്യിലെണ്ണാവുന്ന ചില വ്യക്തികൾ മെസ്സഞ്ചറിൽ വന്നിട്ടും അതല്ലെങ്കിൽ പേഴ്സണലായിട്ടും ഒക്കെ അവർ എന്നോട് സംസാരിക്കാറുണ്ട്. കൂടുതലും ചെറിയ പ്രായത്തിലുള്ള മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, പേഴ്സണലായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് പറയും, കൂടുതലും അവരിങ്ങനെ പറയുന്നതാണ്, ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഉപ്പാന്ന് വിളിച്ചോട്ടെ, അങ്കിളിന്ന് വിളിച്ചോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അഭിസംബോധന ചെയ്യും. അപ്പം നമ്മൾ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിലാണ്. ഇവിടെ പണിയുടെ ഇടക്കുന്ന് സമയം കിട്ടുമ്പോൾ ഒരു ടൈം പാസ് പോലെ നമുക്ക് കിട്ടുള്ള അറിവുകൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് പങ്കുവെക്കുക എന്നുള്ള നിലക്കാണ് നമ്മളിതൊക്കെ പറയുക. അപ്പോൾ എനിക്ക് അവരിങ്ങനെ മെസ്സേജുകൾ ചെയ്യുമ്പോൾ അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും എനിക്ക് കൊടുക്കാൻ നേരം കിട്ടാറില്ല. എങ്കിലും കൂടിയിട്ട് ഞാനിങ്ങനെ വിചാരിക്കും, എന്താണ് ബെറ്റുകളൊക്കെ ഇങ്ങനെ മക്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിൽ നിന്ന് പിന്നെ ചിലവരോടൊക്കെ ഞാൻ തുറന്നങ്ങോട്ട് പറയും, ഇങ്ങനെ എനിക്ക് സമയമില്ല നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയാനും നിങ്ങളെ വിഷമങ്ങൾ കേൾക്കാനും. ഞാൻ ഒരുപാട് വിഷമത്തിലും ഒരുപാട് പ്രശ്നത്തിലും അകപ്പെട്ടിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ചില മക്കളോടൊക്കെ ഞാനിങ്ങനെ ചോദിച്ചറിയും, എന്താണ് വിവരങ്ങൾ എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ ഭയങ്കര ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു ഫീലാണ് ആ മക്കളിൽ നിന്നും ചിലപ്പോൾ കേൾക്കാറ്. കാരണം അവർ പറയും, എൻ്റെ അച്ഛൻ പോയി, എൻ്റെ അമ്മ വേറെ ആളെ കൂടെ പോയി, അല്ലെങ്കിൽ അച്ഛൻ വേറെ ആളെ കൂടെ പോയി, എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ അച്ഛമ്മയുടെ കൂടെയാണ്, അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചില മക്കളിൽ നിന്നും കേൾക്കാൻ ഇടവരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ നമ്മളെ കുടുംബത്തിൽ നിന്നും നമുക്ക് സ്നേഹം കിട്ടേണ്ട സമയത്ത് സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് നമ്മൾക്കൊരു കടമുണ്ട്. അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം കൊടുക്കണം. ആ സമയത്ത് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ മക്കള് സ്നേഹത്തെ തേടി പോവുകയാണ്. പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ, രക്ഷിതാക്കള് മക്കളെക്കുറിച്ച് ചിന്തിക്കാതെ അവർ സ്വന്തമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ അവരവരുടേതായിട്ടുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കുക. അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, എൻ്റെ ഈ മക്കൾ വലുതായി അവർക്ക് ഒരു രക്ഷിതാവിൻ്റെ, ഒരു മാതാപിതാവിൻ്റെ സ്നേഹം എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. മക്കളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തിരുത്തേണ്ട കടമ മാതാപിതാക്കൾക്കുള്ളതാണ്. അതല്ലാതെ മാതാപിതാക്കൾ അവരെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് ഈ മക്കൾ ഒറ്റപ്പെടുക. മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? ചെറിയ മക്കളാവുമ്പോൾ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തിരുത്തേണ്ട കടമ മാതാപിതാക്കൾക്കുള്ളതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ, തീർച്ചയായിട്ടും നമുക്കൊരു കടമുണ്ട്, മാതാപിതാക്കൾക്കൊരു കടമുണ്ട്. ഒരു പരിധി വരെ, ഒരു മേജർ ആകുന്നത് വരെ മക്കളെ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളത്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഏത് രക്ഷിതാവായാലും അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് മക്കൾ വഴിതെറ്റി പോകുന്നത്.
മക്കളെ നമ്മളെ നല്ല രീതിയിൽ വളർത്തി. പിന്നെ ദൈവനിശ്ചയം, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്തിട്ടുണ്ട്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മളെ ഭാഗം ക്ലിയറായി. പിന്നെ എന്തേ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവനിശ്ചയം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആയതുകൊണ്ട് നമ്മളെ കുടുംബത്തിലും നമ്മൾ ചിന്തിക്കുക, നമ്മളെ മക്കൾക്ക് നമ്മൾ യഥാർത്ഥ സ്നേഹം കൊടുക്കുന്നുണ്ടോ, അതോ നമ്മൾ പല പ്രശ്നങ്ങളുള്ള ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഒരുപാട് സാമ്പത്തികമായിട്ടായാലും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരൊക്കെ തന്നെയാണ്. എങ്കിലും കൂടിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം നമ്മൾ കൊടുക്കുക തന്നെ വേണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയ വണ്ടി മേടിച്ചു കൊടുക്കുക, വലിയ മൊബൈൽ മേടിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നല്ല. നമ്മളെ കൊണ്ട് കഴിയണ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതും കൂടെ കിട്ടാതെ വരുമ്പോഴാണ് ഈ മക്കള് സ്നേഹം എന്താണെന്നറിയാതെ സ്നേഹത്തെ അവർ അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പക്ഷേ നമ്മളൊക്കെ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നമ്മളൊന്നും പറയാതെ തന്നെ അവർ പറയാ, ഞാൻ ഉപ്പാന്ന് വിളിച്ചോട്ടെ. എനിക്ക് അങ്ങനെ 2-3 വ്യക്തികൾ എനിക്കത് കേട്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് ഇവർക്ക് സ്വന്തമായിട്ട് അച്ഛനില്ലേ ഉപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ അവരിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ അപ്പോൾ അവർ പറയുന്നത്, എന്നിൽ നിന്ന് എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും അവർ പറയാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മളെ മുതൽ എന്ന് പറയുന്നത് നമ്മളുടെ മക്കളാണ്, അല്ലേ? നമ്മളെ മുതൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മക്കളാണ്, അല്ലാതെ കാശും മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ മക്കളെ നല്ല രീതിയിലുള്ള ഒരു മക്കളെ വാർത്തെടുത്തു കഴിഞ്ഞാൽ അതന്നെ നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. മനസ്സിലായിണ്ട? അതല്ലാതെ കുറേ കോടികളും കുറേ ആസ്തിയും കുറേ പ്രോപ്പർട്ടിയും അതൊന്നും ഉണ്ടായാൽ നമ്മളെ ലൈഫ് സേഫല്ല. നമ്മളെ മക്കള് നന്നായോ നമ്മളെ ലൈഫ് സേഫായി, പിന്നെ എല്ലാം ആയി. മക്കൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആയി, പിന്നെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണല്ലോ വേണ്ടത്. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയണ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഭാര്യയോടായാലും എൻ്റെ മക്കളോടായാലും എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ മക്കൾ എൻ്റെ മുന്നിൽ രാജാവാകുന്നത് എൻ്റെ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങളെ സമൂഹത്തിൽ നന്മയുള്ള നല്ല മക്കളായി കാണുന്ന അവരാണ് എൻ്റെ മുന്നിൽ രാജാക്കന്മാർ. അല്ലാതെ വലിയ ബിരുദാനന്തര ബിരുദം എല്ലാം നേടി വന്നവരല്ല എൻ്റെ മുന്നിൽ നല്ലവൻ. ഞാൻ അവരാ അത് പറയാറില്ല. എനിക്കതൊന്നും എനിക്ക് നിർബന്ധമില്ല. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്ന കാര്യമാണ്, എൻ്റെ ആഗ്രഹം നല്ല മക്കളായിട്ട് ഈ സമൂഹത്തിൽ നല്ല മക്കളായിട്ട് ഉരുത്തിരിഞ്ഞ് കിട്ടിയാൽ അതാണ് നമ്മളുടെ രാജാവ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ ബുദ്ധിമുട്ടിച്ച് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെ നമുക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യമുള്ളത്? കുറേ പഠിപ്പുണ്ട്, ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം മാതാവിനെയും പിതാവിനെയും നോക്കാത്ത മക്കളെ നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അതിൽ കാര്യമില്ല. സ്നേഹമുള്ള മക്കളെ, അത് നമ്മളാണ് അതിൻ്റെ കാരണക്കാര്. നമ്മൾ മക്കളെ സ്നേഹിക്കുക, നല്ല പോലെ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. മക്കളെ കയ്യിൽ നിന്ന് തിരിച്ച് സ്നേഹം കിട്ടും, ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമം കൊണ്ട് എനിക്കതിങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ
മക്കൾക്ക് വേണ്ട സ്നേഹം, നമ്മളെ കടമ നമ്മൾ നിർവഹിക്കുക. മക്കൾക്ക് വേണ്ട നല്ല രീതിയിലുള്ള സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതായി കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പോയിൻ്റ് ഉണ്ടോ, നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും പങ്കുവെക്കണം, കമൻറ്റിൽ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരാണ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.